എത്തിയോ രണ്ടും? എന്തായിരുന്നു ഓഫീസില്? വല്ല പണിയും മേടിച്ചു കൂട്ടിയോ? ഹേ, പണിയൊന്നുമല്ല, ചെക്കന് ചെറിയൊരു സ്ഥാനക്കയറ്റം കിട്ടിയതാ. അതവിടെ നിൽക്കട്ടെ. നിനക്ക് രണ്ടിനും വേറെ ടേബിൾ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഞങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നേ? ഞങ്ങൾക്കൊപ്പം അല്ല, ഇവർക്കൊപ്പം. തന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? എന്തേ, തനിക്ക് വേറെ ചെയറും ടേബിളും ഒന്നും കിട്ടിയില്ലേ? അല്ല, ഇതെന്താ തന്റെ കുടുംബസ്വത്തോ മറ്റോ ആണോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കോടോ. വലിയ ജാഥ എടുക്കാതെ വന്നിരിക്കാൻ നോക്ക്. കുടുംബക്കാരെ പറയുന്നോടി പുല്ലേ. പിന്നെ പെരിയ പേര് കേട്ട കുടുംബം. വന്നിരിക്കാൻ നോക്കടോ. നല്ല പോലെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കാൻ നോക്ക്. അത് നല്ല മികച്ചൊരു തീരുമാനമാണ് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. അമ്മുന് ഇഷ്ടായില്ലേ? എന്ത്? ആരെ? എന്നെ. വേറെ ആരെയാ? എന്താ കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ലേ? നിങ്ങളുടെ ഈ കോഴിക്കുഞ്ഞിനെ ഞാൻ ഫ്രൈ ചെയ്യും, നോക്കിക്കോ. ഏയ്, എന്റെ പൊന്നു വച്ചേ, നീ ഒന്ന് അടങ്ങ്. ഞാൻ ഇവള് പറഞ്ഞ തീരുമാനം ഇഷ്ടമായില്ലേ എന്നാ ചോദിച്ചത്. നീ ആരെ എന്ന് ചോദിച്ചപ്പോ ഞാനൊരു ഓളത്തിന് പറഞ്ഞതാ. അല്ലാതെ നിന്നെയൊക്കെ ജീവിതീ കൊതിയുള്ള ആരെയും കേറി പ്രേമിക്കോടി. ശരി, എന്താണോ ഞങ്ങൾക്കൊരു കുഴപ്പം? ഞങ്ങൾ തന്നെ പിടിച്ച് കടിച്ച. ഒരു ടീം ഒതുങ്ങിയപ്പോ അടുത്തത് നിർത്തുന്നുണ്ടോ രണ്ടും? എന്നിട്ട് എന്തിനാ ഓഫീസിലേക്ക് കെട്ടിയെടുത്തേന്ന് പറ. ആർക്ക് എന്ത് പ്രൊമോഷൻ കിട്ടിയെന്നാ? ഓ, ഇതിന്റെ ഇടയ്ക്ക് അത് വിട്ടു. നമ്മുടെ ഫൈസിന്റെ കാര്യം അറിഞ്ഞില്ലേ? സോ ഇനി ഫൈസി വരുന്നത് വരെയും ചെയർമാൻ സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത് ഈ ദക്ഷിത് മഹേശ്വർ ആയിരിക്കും. ഹായ്, കൺഗ്രാറ്റ്സ് ദക്ഷ. എനിക്കെന്തിന്റെ കേടായിരുന്നു. ചീഞ്ഞി. എന്താ, ഞാനൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്തേല്ലേ? നല്ലത് കണ്ടാ ഞാൻ നല്ലതെന്ന് തന്നെ പറയും. എന്താടി? അല്ലടി, നിനക്കേ അദക്ഷയോട് സ്പാർക്ക് അടിച്ചാടി? അയ്യേ, എന്തോന്നടി, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ പെണ്ണെ? സ്പാർക്ക് പോലും അങ്ങോട്ട് കിടന്ന് ഇറങ്ങോച്ചേ. അങ്ങനെ പറയല്ലേ. അല്ല, ഇന്ന് ചെക്കൻ ചെയർമാനായി എന്നൊക്കെ കേട്ടപ്പോ പെട്ടെന്നൊരു കൺഗ്രാറ്റുലേഷൻസ് എവിടുന്നൊക്കെയോ ഒഴുകി വരുന്നത് കേട്ടായിരുന്നു. ഷോട്ട്, ചെക്കന് നല്ലൊരു പൊസിഷൻ കിട്ടിയപ്പോ ഞാനൊന്ന് അഭിനന്ദിച്ചു, അത്തണേ ഉള്ളൂ. അല്ലാതെ അതിന് നീ വേറെ അർത്ഥം കണ്ടെത്തണ്ട. അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പൊ ഗുഡ് നൈറ്റ്. ഓ ആയിക്കോട്ടെ, ഗുഡ് നൈറ്റ്.
എന്റെ പൊന്നുമാളോ, അറ്റ്ലീസ്റ്റ് ഒരു ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്തെങ്കിലും നീ ഒന്ന് വെക്ക്. ഇപ്പൊ അപ്പച്ചൻ കേറി വന്നിട്ട് ചോദിക്കും, നീയൊക്കെ ഇവിടെ ഫോൺ യൂസ് ചെയ്യാനല്ലേ ഓടി കേറി വരുന്നത്, വേറൊന്നിനും ഇങ്ങോട്ട് വരത്തില്ലല്ലോ, എന്തിനാ അത് കേൾപ്പിക്കുന്നത്? ഒരു ബുക്കെങ്കിലും തുറന്ന് വേടി. ദേ എന്നെ കണ്ടില്ലേ, ബുക്കിന്റെ അകത്ത് ഫോൺ വെച്ച് യൂസ് ചെയ്തു. എന്തോന്ന്? ഓഹോ, അപ്പൊ മാഡം അവിടെ ഇരുന്ന് വായനയല്ല അല്ലേ? ഞാൻ കരുത നീ അഗാധമായിട്ട് എന്തോ വായിക്കുകയാണെന്ന്. എടി കള്ള കുരുപ്പേ. ഇവിടെ ഇരുന്ന് മടുത്തു. അന്നമ്മയ്ക്ക് മടുപ്പ് തുടങ്ങിയോ? ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ 3 ഐസ്ക്രീം 1 കോഫി. നമുക്ക് അവരെയും കൂടി വിളിച്ചാലോ? ആരെ വിളിച്ചാലോ? ഒന്ന് നിങ്ങളുടെ ആ ജന്മശത്രുക്കളെ. അന്നമ്മ വിളിക്കുന്നുണ്ടല്ലോ, പതിവില്ലാതെ എന്താ ഈ സമയത്ത്? അതാ കോൾ അറ്റൻഡ് ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. നീ ആദ്യം ആ കോൾ എടുക്കാൻ നോക്ക്. ഹലോ, എന്താ അന്നമ്മ ഈ സമയത്ത്? മാളു, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ലൈബ്രറിയിലുണ്ടല്ലോ. നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ക്യാൻറ്റീനിലുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേര്. ക്യാൻറ്റീനിലേക്കോ? ഇല്ല അന്നമ്മോ, ഞങ്ങളിപ്പോ കഴിക്കുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാന്നേ. അല്ല, നിങ്ങൾ എന്താ ഇപ്പോഴും അവിടെ? സമയം 1:30 ആയല്ലോ, കഴിച്ചു കഴിഞ്ഞില്ല? ചുമ്മാ, ക്ലാസ് ഒന്നും ഇല്ലല്ലോ, അവിടെ ഇരുന്ന് ഇനി എന്ത് ചെയ്യാനാ? ഓ, അത് ശരിയാണല്ലോ. അല്ല, അവിടെ നിങ്ങൾ ആരൊക്കെയുണ്ട്? ഇവിടെ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഞങ്ങൾ വരുന്നില്ല അമ്മോ, അത് ശരിയാവില്ല. അമ്മ പറയും പോലെ ഞങ്ങൾ ഇനി അവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ ആ കടുവയ്ക്കും കോഴിക്കുഞ്ഞിനും അതൊന്നും ഇഷ്ടാവില്ല. പിന്നെ അടിയായി ബഹളായി അങ്ങനെ എന്തേലും ഒക്കെ പറയും. ഞാൻ അതിന് മറുപടി പറയും, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ, ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കോളാം. അതൊന്നും ഉണ്ടാവില്ലെന്നേ, നിങ്ങൾ പെട്ടെന്ന് വാ. ദക്ഷ, ദക്ഷ, ഐ എം റിയലി സോറി. ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്നെ വഴക്ക് പറയല്ലേ? നീ കാര്യം പറയടി, എന്നിട്ട് നമുക്ക് ആലോചിക്കാൻ വഴക്ക് പറയണോ വേണ്ടയോന്ന്. നമ്മുടെ പ്രോഗ്രാം അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു പ്രപ്പോസൽ വന്ന കാര്യം? അവരുടെ വീട്ടുകാരെല്ലാം കൂടെ നമ്മുടെ പ്രോഗ്രാമിന്റെ അന്നാണ് വരുന്നത്. എടാ, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യം എല്ലാം ഞാൻ അവരോട് പറഞ്ഞു. ബട്ട് അവർക്ക് ടൈം ഇല്ല എന്ന് പറഞ്ഞ് ആ ഡേറ്റിൽ തന്നെയാണ് അവര് വരുന്നത്. എടാ, എന്നോടൊന്നും തോന്നല്ലേ. അയ്യേ, ഇതായിരുന്നോ? ഇറ്റ്സ് ഓക്കേ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. നിനക്ക് ഡാഡിന്റെ സ്വഭാവം അറിയാലോ, നമ്മൾ എന്ത് പറഞ്ഞാലും കേക്കില്ല. ഡാഡി പറയുന്നത് നമ്മൾ കേട്ടോണ്ട് നിന്നേ പറ്റുള്ളൂ. വെട്ടൊന്ന് മുറി 2, അതാണ് പുള്ളിക്കാരന്റെ സ്വഭാവം. പ്ലീസ്. നീ പോയി നിന്റെ ചെക്കനെയൊക്കെ കണ്ട് സെറ്റ് ആയിട്ട് വാ. താങ്ക് യു ഡാ. ആഹാ, സൂപ്പർ. അതും കഥം. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ഒരുമിച്ചല്ലായിരുന്നോ പ്രോഗ്രാം? അത് സാരമില്ലടാ, നമുക്ക് നോക്കാം. ഇനി ആരെയും സെറ്റ് ആയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി എന്നങ്ങ് ചെയ്യും.